മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്നലെ മുതൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് നെവിൻ പുറത്തായോ, എന്താണ് റീസൺ, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ. എന്തായാലും ലൈവിൽ ഇപ്പോൾ ആ ഒരു ഇഷ്യൂ സംഭവിച്ചിരിക്കുകയാണ്. നെവിൻ പുറത്തായി, 100% ഉറപ്പാണ്. വാക്ക്ഡ് ഔട്ട് തന്നെയാണ് നെവിൻ്റേത്, അല്ലാതെ റിജക്ഷനോ എവിക്ഷനോ ഒന്നുമല്ല. രാവിലെ കിച്ചണിൽ വെച്ചുണ്ടായ ആ ഒരു ഇഷ്യൂ അനുമോളും ജിസയിലും തമ്മിലുള്ളത്, അതായത് അനുമോള് ജിസയിലിൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടിഷ്യൂ വെച്ച് തൂത്തതും അതിനെതിരെ ജിസയിൽ അനുമോളെ തള്ളിയതും അതൊക്കെ ഒരു ഫിസിക്കൽ അസാൾട്ടായിട്ടാണ് നെവിൻ പറയുന്നത്. നെവിൻ എന്നിട്ട് ബിഗ് ബോസിനോട് പല തവണ ആവശ്യപ്പെട്ടിരുന്നു ഇതൊരു ഫിസിക്കൽ അസാൾട്ടാണ്, അനുമോൾ രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ ജിസയിലിനെ ചെയ്യുന്നത്. ഇതിനെതിരെ ബിഗ് ബോസ് അനുമോൾക്കെതിരെ നടപടി എടുത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ അനുമോള് ഈ ഷോയിൽ തുടരുകയാണ് എങ്കിൽ നെവിൻ ഈ ഗെയിമിൽ നിന്നും ക്വിറ്റ് ചെയ്ത് പോകുമെന്ന്. ഒന്നെങ്കിൽ നടപടി എന്തെങ്കിലും എടുത്ത് എവിക്റ്റ് ചെയ്യണം, അതുമല്ലെങ്കിൽ എല്ലാ വീക്കും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യണം അനുമോളെ എന്നാണ് നെവിൻ ആവശ്യപ്പെട്ടത്. ബിഗ് ബോസ് എന്തായാലും ഇപ്പോൾ എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ച് നെവിനോട് ചോദിക്കുന്നുണ്ട്, രാവിലെ ഉണ്ടായ വഴക്കും നെവിൻ പുറത്തു പോകുന്നതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. കാരണം വഴക്കുണ്ടായത് അനുമോളും ജിസയിലും തമ്മിലാണ്, അതും നെവിൻ പുറത്തു പോകുന്നതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നെവിൻ്റെ ആൻസറുകൾ പറയുന്നുണ്ട്. അതായത് അനുമോളുടെ സൈഡിൽ നിന്നും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടും അനുമോൾക്കെതിരെ ഒരു ഡിസിഷനും ആരും എടുത്തിട്ടില്ല. അനുമോൾക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത് ജിസയിലിൻ്റെ ഫേസിൽ ടച്ച് ചെയ്യാൻ വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് നെവിൻ പറയുന്നുണ്ട്. അപ്പോഴും ബിഗ് ബോസ് ചോദിക്കുന്നത് അവർ തമ്മിലുള്ള വഴക്കും നെവിൻ പുറത്തു പോകുന്നതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് നെവിൻ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ആൻസർ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അനുമോൾ ചെയ്ത തെറ്റാണ്, അനുമോൾക്കെതിരെ നടപടി എടുക്കണം, ഇതുവരെ ആരും നടപടി എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അനുമോൾ വീണ്ടും ഇത് ആവർത്തിക്കുന്നതെന്നൊക്കെ. അവസാനം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നെവിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന്. നെവിൻ അതിന് അതെ എന്നും പറയുന്നുണ്ട്. എങ്കിൽ പ്രധാന വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് പുറത്തേക്ക് വരാമെന്ന് പറയുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ പ്രോമോയിൽ കണ്ടതുപോലെ ബിഗ് ബോസ് ഇത് അനൗൺസ് ചെയ്തത് നൂറ കൈയടിക്കുകയും യു വിൽ ഗോ, യു വിൽ മസ്റ്റ് ഗോ എന്ന് പറഞ്ഞ് നെവിനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ നെവിൻ പ്രൊവോക്ക് ആവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെവിൻ ചെയ്തൊരു മണ്ടത്തരമാണോ എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുമെന്ന് തന്നെ നെവിൻ വാശിക്ക് നൂറയോട് പറയുന്നുണ്ട്. അപ്പം നൂറ പറയുന്നുണ്ട്, നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പോകണം, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും പോകും എന്ന് തന്നെ പറയുന്നുണ്ട്. ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും നെവിനെ പോകാതിരിക്കാൻ വേണ്ടി തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നെവിൻ ഉറപ്പിച്ച് തീരുമാനിച്ചതുപോലെ ആയിരുന്നു. അതിൻ്റെ കൂടെ ഈ പ്രൊവോക്കിങ്ങും കൂടി ആയപ്പോഴേക്കിനും നെവിനെ എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ള ഒരു മൈൻഡാണെന്ന് തോന്നുന്നു. പലരും പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്, അവർ നിന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നത്, നീ അതിൽ പ്രൊവോക്ക് ആകരുതെന്ന് പറയുന്നുണ്ട്. ഇത് ജിസയിലിൻ്റെയും അനുവിൻ്റെയും പ്രശ്നമാണ്, നീ അതിനകത്ത് ഇടപെടരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നെവിൻ പുറത്തു പോകണമെന്ന് തന്നെ വാശി പിടിക്കുകയാണ്. അതിനിടയിലും നൂറയും ആദിലയും വന്ന് വീണ്ടും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പോകണം, അതാണ് ആണത്തം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ തിരിച്ചു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ ആ കമ്മ്യൂണിറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഇവിടെ പറഞ്ഞോ, അതിനുവേണ്ടി എന്തെങ്കിലും ഇവിടെ ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ പ്രൊവോക്ക് ആയതിന് തിരിച്ചെന്തെങ്കിലും റിയാക്ഷൻ പോലെ പറഞ്ഞതായിരിക്കും. അതും കൂടി കേൾക്കുമ്പോൾ നൂറയും ആദിലയും വീണ്ടും അവനെ പ്രൊവോക്ക് ചെയ്യാൻ തന്നെ ശ്രമിക്കുകയാണ്. ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുമെടി എന്ന് നൂറയോട് പറഞ്ഞ് നെവിൻ പ്രധാന വാതിലേക്ക് ഓടുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. അതിന് പുറകെ ശരത്തും അക്ബറും ജിസയിലും റെനയൊക്കെ ഓടുന്നുണ്ട്, അവനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ ഓടി പ്രധാന വാതിൽ കടന്നു, പ്രധാന വാതിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പ്രോമോ കണ്ടപ്പോൾ വിചാരിച്ചതുപോലെ ആദിലയും നൂറയുമായിട്ടുള്ളൊരു പ്രശ്നമല്ലായിരുന്നു ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ജിസയിലും അനുമോളുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂ തന്നെയാണ്. അതിൽ കയറി നെവിൻ ഇടപെട്ടുകൊണ്ടാണ് ഇത്രയും പ്രശ്നമായത്. പിന്നീട് ആദിലയും നൂറയും ജസ്റ്റ് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ശരത്തൊക്കെ തിരിച്ച് ചോദിക്കുന്നുണ്ട്, ഒരാളുടെ ഗെയിം വെച്ച് അല്ലെങ്കിൽ അയാളുടെ ജീവിതം വെച്ചാണോ നിങ്ങൾ കളിക്കുന്നത്, ഇതൊരു ഗെയിം ഷോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നൂറ അപ്പോഴും അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പോകണം, അല്ലാതെ ഇവിടെ ഇമോഷണലോ അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അവൻ പോയി, അത് അവൻ്റെ മന്ദബുദ്ധിത്തരം. ഞങ്ങൾ പ്രൊവോക്ക് ചെയ്യാൻ നോക്കി, അവൻ എന്തിനാണ് അത് പ്രൊവോക്ക് ആയത്? ഞങ്ങളാണ് ക്വിറ്റ് ചെയ്യണമെന്ന് പറയുന്നെങ്കിൽ ഞങ്ങളും ധൈര്യത്തോടെ തന്നെ പോകും, അതാണ് ചങ്കൂറ്റം. അവൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റീനെ പറഞ്ഞു, അപ്പോൾ അവൻ ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ലെന്നാണ് ഇപ്പോൾ ആദിലയും നൂറയും പറയുന്നത്. എന്തായാലും ഇതൊരു മന്ദബുദ്ധിത്തരമായിട്ട് തോന്നുന്നു, നെവിൻ്റെ ഒരു എടുത്തുചാട്ടമായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. നെവിൻ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, അതുകൂടാതെ ഒരു എൻ്റർടൈനർ കൂടിയായിരുന്നു. ഇനി എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.